السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയനായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന SIO ജില്ലാ പ്രസിഡന്റ് ഷഫാഖ്, വേദിയിലുള്ള സോളിഡാരിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൗഫീഖ് സാഹിബ്, എഴുത്തുകാരനും പ്രഭാഷകനുമായ ബാബുരാജ് ഭഗവതി സാർ, SIO-വിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സഹൽബാസ്, വേദിയിലുള്ള മറ്റു സമാദരണീയ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രപഞ്ചനാഥന്റെ കരുണാകടാക്ഷം നാം ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഹിന്ദുത്വ മാർക്സിസം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അത് ഇവിടുത്തെ CPM-കാർക്ക് വലിയ പ്രകോപനമുണ്ടാക്കുന്ന ഒരു പ്രയോഗമായിരിക്കും എന്നായിരുന്നു. പക്ഷേ അതവർക്ക് അത്ര വലിയ പ്രകോപനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെന്നും CPM ഒരു സ്വാഭാവിക പരിണിതിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു സൈൻ ബോർഡ് മാത്രമാണ് ഹിന്ദുത്വ മാർക്സിസം എന്ന പ്രയോഗം എന്ന് അവർ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ന്യായമായും സംശയിക്കുകയാണ്. ചെങ്കൊടി നിരച്ചു കഴിഞ്ഞാൽ അതിനൊരിക്കലും ത്രിവർണ പതാകയായി മാറാൻ സാധിക്കുകയില്ല. ചെങ്കൊടിക്ക് നിരബാധിച്ചു കഴിഞ്ഞാൽ അതിനൊരിക്കലും പച്ചക്കൊടിയായി മാറാനും സാധിക്കുകയില്ല. ചെങ്കൊടിക്ക് നിരബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന് ഒരു കാവിക്കൊടിയാകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് ബംഗാളിന്റെയും ത്രിപുരയുടെയും അനുഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്വാഭാവിക പരിണിതിയാണ് എന്ന് ഈ പ്രയോഗത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയാണ്. CPM-ന്റെ ഓഫീസുകളിൽ കാൾ മാർക്സിന്റെയും ലെനിന്റെയും എംഗൽസിന്റെയും AKG-യുടെയും EMS-ന്റെയും ഒക്കെ പടങ്ങളാണ് ഇന്ന് തൂക്കിവെച്ചിരിക്കുന്നതെങ്കിൽ അധികം വൈകാതെ ആ പടങ്ങളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഹെഗ്ഡേവാറിന്റെയും ഗോൾവാൾക്കറിന്റെയും മൂഞ്ചയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായിന്റെയും മോഹൻ ഭഗവത്തിന്റെയും എല്ലാം പടങ്ങൾ ആ സ്ഥാനത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ലാത്ത വിധം ചില അനുഭവങ്ങൾ പശ്ചിമ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നുമെല്ലാം നമുക്ക് വളരെ ലൈവായ അനുഭവമായി നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നിങ്ങൾ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ, ത്രിപുരയിൽ പോയി കഴിഞ്ഞാൽ CPM-ന്റെ പഴയകാല ഓഫീസുകളുടെ മുമ്പിൽ ചെങ്കൊടികളല്ല നമുക്കിന്ന് കാണാൻ സാധിക്കുക. ചെങ്കൊടികൾക്ക് പകരം അവിടെ പാറിപ്പറക്കുന്നത് കാവിക്കൊടികളാണ്. പാർട്ടി ഓഫീസിനകത്ത് മാർക്സിസത്തിന്റെയും ലെനിനിസത്തിന്റെയും ഒക്കെ ഉപജ്ഞാതാക്കളും പ്രയോക്താക്കളുടെയും പടങ്ങൾക്ക് പകരം
ഹിന്ദുത്വ ഫാഷിസത്തിന്റെ പ്രത്യയശാസ്ത്ര വക്താക്കളുടെ പടങ്ങളും അതിന്റെ പ്രായോഗിക നേതാക്കന്മാരുടെ ചിത്രങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ കേരളവും ആ വഴിയെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ വളരെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ് ഇവിടെ നേരത്തെ പലരും പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, ആഗോളതലത്തിൽ തന്നെ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒന്നാണ്. ഒരു കാലത്ത് അമേരിക്കയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു ഇസ്ലാമോഫോബിയ എങ്കിൽ ഇന്ന് ലോക രാജ്യങ്ങളിലേക്ക് ഇസ്ലാമോഫോബിയ കയറ്റി അയക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഹബ്ബായി ഇന്ത്യ രാജ്യം ഒരുപാട് കാലങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒന്നാണ്. എന്നല്ല, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായോഗിക രാഷ്ട്രീയത്തിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, അവരുടെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ മാത്രമാണ് എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇന്നതൊക്കെയാണ്. ഈ രാജ്യത്ത് ഞങ്ങളുടെ പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുപോകാൻ ധാരാളം പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ അഭിമുഖീകരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഏകദേശം 150-ലധികം വരുന്ന പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പ്രചരണ പരിപാടികളിൽ നടത്തിയ പ്രഭാഷണങ്ങൾ ഇന്നും ലൈവായി നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ആ പ്രഭാഷണങ്ങളിൽ എവിടെയും ഒരു പ്രധാനമന്ത്രി എന്ന നിലക്ക് ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ഇന്ന വികസനങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തുള്ള ജനങ്ങളോട് വോട്ട് ചോദിച്ചത്. മറിച്ച് അങ്ങേയറ്റത്തെ ഇസ്ലാമോഫോബിക്കായ, മുസ്ലിം വിരുദ്ധമായ, വംശീയതയുടെ അപകടകരമായ വർത്തമാനങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ട് ഒന്നിനു പിറകെ മറ്റൊന്നായി തള്ളിവിട്ടുകൊണ്ടാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ധാരാളം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത് വോട്ട് ജിഹാദിന്റെ ഭാഗമായിട്ടാണ്. അതേപോലെ ഇവിടെ മുസ്ലിങ്ങൾക്ക് വോട്ട് നൽകി കഴിഞ്ഞാൽ, കോൺഗ്രസിന് വോട്ട് നൽകി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലി പോലും പണയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കെട്ടുതാലി എടുത്തുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തുള്ള ജനങ്ങളോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ വോട്ട് ചോദിച്ചത് എന്ന് നമുക്കറിയാം. അഥവാ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന മനോഭാവത്തെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ മൂലധനമായി ഉപയോഗിക്കാൻ കഴിയുക എന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ 2 തവണത്തെ തെരഞ്ഞെടുപ്പുകളിലൂടെ തെളിയിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ അതിന്റെ ഭാഗമായി നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പാഠം ഇവിടെ രാഷ്ട്രീയ ഭൂമികയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ തിയറിയും അതിന്റെ പ്രായോഗികതയും എന്താണോ അതിനെ ചാണിന് ചാണായി മുഴത്തിന് മുഴത്തായി പിന്തുടർന്നുകൊണ്ട് കേരളത്തിലും അധികാരത്തിന്റെ സോപാനങ്ങളിൽ ഇനിയും ദീർഘകാൽ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കാമെന്ന് തീരുമാനിച്ച ഒരു ഗവൺമെന്റായി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ വളരെ പ്രത്യക്ഷമായ ദൃഷ്ടാന്തങ്ങളാണ് കേരളത്തിൽ ഒരുപക്ഷെ സംഘപരിവാറിനേക്കാൾ കൂടുതൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ അധികാര സോപാനങ്ങളിൽ
ഇനിയും ഭാവി കണ്ടുകൊണ്ട് ഇവിടെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ രാഷ്ട്രീയ വിലയിരുത്തലായി ഈ പ്രബുദ്ധമായ സദസ്സ് മനസ്സിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അല്ല, അതൊരു റിയാലിറ്റിയായി, അതൊരു യാഥാർത്ഥ്യമായി ഇവിടെയുള്ള രാഷ്ട്രീയ മണ്ഡലം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കഴിഞ്ഞു പോകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുവാൻ ഒരു മുസ്ലിമിനെ മാത്രം നിലനിർത്തിയാൽ മതി. ഒരു താടി വെച്ച ഒരു മുസ്ലിമിനെ വെച്ച്, ഒരു തൊപ്പി ധരിച്ച മുസ്ലിമിനെ മുന്നിൽ കണ്ടുകൊണ്ട്, ഒരു മഫ്തയിട്ട പെൺകുട്ടിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുവാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഏത് മണ്ഡലത്തിലും സാധിക്കുമെങ്കിൽ കേരളത്തിൽ അത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നേരത്തെ ബാബുരാജ് ഭഗവതി സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന വളരെ നിഗൂഢമായ ഒരു തന്ത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ CPM ഈ നാട്ടിൽ ഈ സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നും ഇവിടെയുള്ള രാഷ്ട്രീയ മണ്ഡലത്തിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക, ഇത് കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിൽ കാണാത്ത ഒരു കീഴ്വഴക്കമാണ്. കേരളത്തിൽ അത് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയ. കോഴിക്കോട് ആവിക്കൽ തോട് മാലിന്യ പ്ലാന്റിനെതിരെയുള്ള സമരം മുതൽ അങ്ങ് ആലപ്പുഴയിലെ കരിമണൽ ഖനനത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ പിന്നിൽ വരെ ജമാഅത്തെ ഇസ്ലാമിയ എന്നല്ല, അഫ്ഗാനിസ്ഥാനിലും അതേപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എന്തെല്ലാം രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായോ അതിന്റെ എല്ലാം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയ എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ലാതെ ഈ ലോകം മുന്നോട്ട് പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു മുദബ്ബിറെ ആലമാണ് എന്ന് പറയുമാറ് ഇവിടെ ചില ആളുകൾ മുദബ്ബിറെ ആലം എന്ന് പറയുന്ന പ്രയോഗം ചില ആളുകളെ കുറിച്ച് നടത്താറുണ്ട്. ആ മുദബ്ബിറെ ആലം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ചിലരാണ്, അല്ലെങ്കിൽ ചില വ്യക്തികളാണ് എന്ന് പറയുന്നത് പോലെ ഈ ലോകത്ത് മുഴുവനും ജമാഅത്തെ ഇസ്ലാമിയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുമാറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണങ്ങളിലൂടെയും ഇവിടെ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കോഴിക്കോട് ഒരു പുസ്തക പ്രകാശന ചടങ്ങ് നടന്നിരുന്നു, നാം ആരും അത് മറന്നിട്ടില്ല. ആ പുസ്തക പ്രകാശന ചടങ്ങിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രഭാഷണം ഇവിടെ ഇന്നും എയറിൽ നിലനിൽക്കുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയകളിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതാണ്. എന്തെല്ലാമാണ് ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ പ്രയോഗങ്ങൾ നടത്തിയത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. കേരളത്തിൽ CPM-ന് പിടിച്ചു നിൽക്കണം. കേരളവും പോയി കഴിഞ്ഞാൽ ഇനി ബംഗാളില്ലാത്ത, ത്രിപുരയില്ലാത്ത ഒരു ഇന്ത്യ രാജ്യത്ത് അവസാനത്തെ പിടിവള്ളിയായ കേരളവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുന്നണി പ്രസ്ഥാനമായി അറിയപ്പെടുന്ന ആ കൂട്ടർ അറബിക്കടലിന്റെ ആഴയിൽ ആർക്കും അറിയാത്ത ചിതലരിക്കുന്ന പുസ്തകത്തിന്റെ താളുകളിൽ മരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടലാസ് പ്രത്യയശാസ്ത്രമായി ചുരുട്ടപ്പെട്ടു പോകുമെന്ന ഭയപ്പാടിൽ നിന്നുകൊണ്ടാണ് CPM ഈ അപകടം നിറഞ്ഞ രാഷ്ട്രീയ കളികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് എല്ലാത്തിനെയും ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പിണറായി വിജയൻ പാലക്കാട് വന്ന് പ്രസംഗം നടത്തിയപ്പോ ആ പ്രസംഗത്തിൽ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അനുയായിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രഭാഷണത്തിലൂടെ പറയുമ്പോ എത്രമാത്രം അപകടം, എത്രമാത്രം വികൃതമായ ഒരു പ്രയോഗമാണ് ആ പ്രയോഗത്തിലൂടെ അദ്ദേഹം നടത്തുന്നത് എന്ന് എല്ലാവരെക്കാളും അറിയുന്നവൻ അദ്ദേഹം തന്നെയാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് എന്തിന്റെ പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടിന്റെ ഭൂരിപക്ഷ വോട്ട് സവർണ മേധാവിത്വം നിലനിർത്തുന്ന ഒരു വിഭാഗത്തിന്റേതാണെന്നും ആ വോട്ടുകൾ തങ്ങളുടെ പട്ടിയിലാക്കുവാൻ ഇത്തരം ചില പ്രയോഗങ്ങൾ നിർബന്ധമായും നടത്തിയാൽ മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഒരു സന്ദർഭത്തിൽ കേരളത്തിലെ യോഗി ആദിത്യനാഥാണ് എന്ന് പറഞ്ഞ, അതേപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ യോഗി ആദിത്യനാഥാണെന്നും കേരളത്തിൽ സാക്കിർ നായിക് പ്രവർത്തിച്ചിരുന്ന, സാക്കിർ നായിക് എന്ന് പറഞ്ഞാൽ എന്തോ അപകടം നിറഞ്ഞ വ്യക്തിത്വമൊന്നുമല്ല, മറിച്ച് സാക്കിർ നായിക് എന്ന് പറയുന്നത് അപകടം നിറഞ്ഞ വ്യക്തിത്വമാണ്. ആ അപകടം നിറഞ്ഞ വ്യക്തിത്വത്തിന്റെ പര്യായ പദമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന സ്വഭാവത്തിലുള്ള
പ്രചരണം ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ നേതാക്കന്മാർ നേരത്തെ പറഞ്ഞതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് എന്ന് പറഞ്ഞ് വളരെ വികൃതമായ ഒരു സന്ദേശം ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ നൽകിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ മുഴുവനും അപരവൽക്കരിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം ചില പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ തിരിച്ചറിയാൻ കഴിയുക, ഇതിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാമല്ലോ, PV അൻവർ കേരളത്തിൽ പുറത്തുവിട്ട ഒരു വലിയ കുടത്തിലെ ഭൂതമുണ്ട്. ആ ഭൂതം പുറത്തു വന്നപ്പോ നമുക്കറിയാം, ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ഉം ആ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഞ്ഞു നാറുന്ന ഒരുപാട് കഥകൾ പുറത്തു വന്നപ്പോ അത് കേവലം കഥകളല്ല, അത് യാഥാർത്ഥ്യങ്ങളാണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് തുടങ്ങിയ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ആരോപണങ്ങൾ രണ്ടാമത് വീണ്ടും പുറത്തെടുത്തുകൊണ്ട് ആരംഭിച്ചത് എന്നുകൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ PV അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, PV അൻവറിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് കേരളത്തിൽ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, റിയാസ് മന്ത്രി ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞപ്പോ ഇവിടുത്തെ മീഡിയകൾ അത് ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല. ഉത്തരവാദിത്തപ്പെട്ട മീഡിയകൾ അതിനെ അവഗണിച്ച് തള്ളുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം വീണ്ടും റിയാസ് പത്രസമ്മേളനം നടത്തി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്താണ് ഇത് ഏറ്റെടുക്കാത്തത്? എന്താണ് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ ഈ വാദത്തെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാത്തത് എന്ന് വീണ്ടും ചോദിക്കുമ്പോ ഞാൻ പറയുന്നത്, കേരളത്തിലെ പ്രബുദ്ധമായ ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളും ഈ രാജ്യത്തുള്ള ഒരു പരിധിവരെ ഇവിടെയുള്ള മാധ്യമങ്ങളിലെ പ്രബലമായ മാധ്യമങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ബോധപൂർവം ചില കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ പല വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി ചില മീഡിയകൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അറിയാതെയല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. മറിച്ച് പൊതുവെ ഈ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ട്രോളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോ, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭൂരിപക്ഷത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചപ്പോ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. കഴിഞ്ഞ വിജയരാഘവന്റെ പ്രസ്താവനയെ കുറിച്ച് നാം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നത് പോലും അർത്ഥമില്ല എന്നാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാ തുറന്നു കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയ മാത്രം പറയുന്ന CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വിജയരാഘവൻ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് എന്നത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയണമെങ്കിൽ, അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്താൻ കഴിയണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും പറയാതെ, ഭീകരവാദവും തീവ്രവാദവും ഇസ്ലാമിന് നേരെ ഉന്നയിക്കാതെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം സമുദായത്തിലുള്ള തീവ്രവാദികളുമാണ് എന്ന് പറയാതെ ഒരു പത്രസമ്മേളനം നടത്താനോ ഒരു പ്രഭാഷണം നടത്താനോ സാധിക്കാത്ത CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒന്നാമൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിജയരാഘവൻ എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം വയനാട് നടത്തിയ പ്രസംഗം നമ്മുടെ മുമ്പിലുണ്ട്, മാനന്തവാടിയിൽ വെച്ച് നടത്തിയ പ്രസംഗം നമ്മുടെ മുമ്പിലുണ്ട്. അഥവാ ഇവിടെ രാഹുൽ ഗാന്ധി ജയിച്ചു പോയത്, പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോയത് ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ വർഗീയമായ വോട്ട് വാങ്ങിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോ ഈ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരെ മാത്രമല്ല മുസ്ലിം സമുദായത്തെ മുഴുവനും വർഗീയവാദികളും തീവ്രവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിച്ചുകൊണ്ട് സംഘപരിവാർ അഖിലേന്ത്യാ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ എന്താണോ ആ പ്രചരണത്തിൽ ഒട്ടുമേ കുറവ് സംഭവിക്കാതെ, അതിന് ഒരു നിലക്കും കുറവ് വരാതെ സൂക്ഷിച്ചുകൊണ്ടാണ് കേരളത്തിൽ CPM ഈ അർത്ഥത്തിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങളാണ് ഇന്ന് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം കഴിഞ്ഞ 75 വർഷങ്ങളിലധികമായി ഇന്ത്യ രാജ്യത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘം ഈ രാജ്യത്ത് തലയിൽ മുണ്ടിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഓട് വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ഒരു പ്രസ്ഥാനമല്ല, മറിച്ച് വളരെ സുതാര്യമായ, വളരെ ക്ലാരിറ്റിയുള്ള, വളരെ വ്യക്തതയുള്ള ആദർശ ഭൂമികയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ നിരന്തരമായി അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിന് വ്യക്തതയുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഈ രാജ്യത്തോടൊപ്പം നിരന്തരമായി സഞ്ചരിച്ച നിഗൂഢതകളില്ലാത്ത ആശയപരമായ ഒരു വിധത്തിലുള്ള
വിധത്തിലുള്ള സങ്കീർണതകളുമില്ലാതെ ഈ രാജ്യത്തിന് മുമ്പിൽ ഒരു ക്ലിയർ പിക്ചറായി, ഒരു ഓപ്പൺ പുസ്തകമായി ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നിങ്ങൾക്ക് IPHന്റെ പുസ്തകത്തിൽ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു ഭരണഘടനയാണ്. ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളുടെ ഭരണഘടനയാണ് പബ്ലിക്കിൽ അവൈലബിൾ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPMന്റെ ഭരണഘടന നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല. കാരണം തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തോട് നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ ഭരണഘടന പബ്ലിക്കിൽ വിൽപ്പന നടത്താറില്ല. ഇവിടെ മറ്റുള്ള ഏത് പ്രസ്ഥാനമാണ് അവരുടെ ഭരണഘടന പബ്ലിക്കിൽ വിൽപ്പന നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ്. അഥവാ മറച്ചുവെക്കാനില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നിങ്ങൾക്ക് കാശ് കൊടുത്തു വാങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ അതിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്യമായി വായിക്കാൻ കഴിയുന്ന ഭരണഘടനയാണ്. അങ്ങനെ ഒരു ഭരണഘടന വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വംശീയതയുടെയും അജണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രചരണങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് വീണ്ടും വീണ്ടും പുതിയ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുതിയ പുതിയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണകളുടെ മൂർച്ച കൂട്ടാൻ എത്രത്തോളം സാധിക്കുമോ അതിനുവേണ്ട എല്ലാ അജണ്ടകളും പുറത്തെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി മുസ്ലിം സമുദായത്തിൽ നിന്ന് കൂട്ടുപിടിക്കാൻ കഴിയുന്നവർ ആരെല്ലാം ഉണ്ടോ അവരെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരു കേരളത്തിലെ പ്രബലമായ ഒരു മുസ്ലിം സംഘടനയുടെ യുവജന സമ്മേളനം തൃശ്ശൂരിൽ വിളിച്ചുകൊണ്ട് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നിരുന്നു. ആ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം ജനവിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഫാഷിസത്തിന്റെ അപകടങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുവാനുള്ള സൊല്യൂഷനുകൾ എന്ത് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു യുവജന സമ്മേളനമല്ല അവിടെ തൃശ്ശൂരും നടന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സമ്പൽ എന്ന് പറയുന്ന പള്ളി ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തുള്ള പ്രസിദ്ധമായ പള്ളികളുടെ അടിയാധാരം എടുത്തുകൊണ്ട് ഇവിടെയുള്ള പള്ളികളെല്ലാം ക്ഷേത്രങ്ങളും ശിവലിംഗത്തിന്റെ കേന്ദ്രങ്ങളുമാണ് എന്ന സ്വഭാവത്തിലുള്ള പ്രചരണം ഇവിടെ സംഘപരിവാറും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താക്കളും നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ എന്ന ഒരു അക്ഷരം മുരിയാടാതെ നടന്ന ഒരു സമ്മേളനമായിരുന്നു തൃശ്ശൂരിൽ നടന്ന സമ്മേളനം എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ സാധിക്കും. കഴിഞ്ഞ 14 മാസങ്ങളായി ഫലസ്തീനിൽ ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിഷ്കളങ്കരായ നിഷ്കപടരായ മനുഷ്യർക്ക് നേരെ ഇസ്രായേലിന്റെ സൈനിസത്തിന്റെ ഭീകരമായ നെറിനായാട്ടുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രാർത്ഥനയുടെ വാക്കുകൾ പോലും പറയാത്ത സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഭീകരവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാര് തീവ്രവാദികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാര് കുഴപ്പക്കാരാണ്, അവരുടെ കുഴപ്പങ്ങൾ കൊണ്ടാണ് ഈ രാജ്യത്ത് അവർ 2 തവണ നിരോധിച്ചത് എന്ന സ്വഭാവത്തിലുള്ള നട്ടാൽ മുടക്കാത്ത നുണകൾ പച്ചയായി പ്രചരിപ്പിക്കുമ്പോൾ ആരുടെ വക്കാലത്താണ് ഇത്തരം സംഘടനകൾ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നാം ഈ സന്ദർഭത്തിൽ ചോദിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് സയ്യിദ് അബുൽ മൗദൂദി ഈ രാജ്യത്ത് എന്നല്ല ഈ ലോകത്ത് ഇസ്ലാമിന്റെ പ്രതിനിധാനം നിർവഹിച്ചുകൊണ്ട് 21ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി നിന്നുകൊണ്ട് 20ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി നിന്നുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന് നഷ്ടപ്പെട്ടു പോയ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരാധന അനുഷ്ഠാനങ്ങളുടെയും കേവലം ചില അനുഷ്ഠാനങ്ങളുടെയും ചില അജണ്ടകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണെന്നും അതിനപ്പുറം സാമൂഹികമായ രാഷ്ട്രീയമായ സാമ്പത്തികമായ സാംസ്കാരികപരമായ നാഗരികമായ ജീവിതത്തിൽ യാതൊരുവിധ ഇടപെടലുകളും ഇല്ലാത്ത ഒരു സാധു മതമാണ് ഇസ്ലാം എന്ന സ്വഭാവത്തിൽ ഇസ്ലാമിന്റെ പ്രകൃതവും അതിന്റെ ഉള്ളടക്കത്തിനും വലിയ തോതിൽ പരിക്ക് പറ്റിയ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഉള്ളടക്കത്തെ ഈ ലോകത്തിന്റെ മുമ്പിൽ കൃത്യമായി പറഞ്ഞുകൊണ്ട് എന്താണ് ഇസ്ലാം എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ ബോധ്യപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ മതരാഷ്ട്രവാദം എന്ന് പറയുന്നതെങ്കിൽ ഇസ്ലാമിനും ഇസ്ലാമിക പ്രസ്ഥാനത്തിനും മതരാഷ്ട്രവാദം എന്ന് പറയുന്ന അജണ്ടയില്ല. പക്ഷേ ഇസ്ലാമിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാതെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് എന്നല്ല ഇസ്ലാമിന് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് കൂടി ഈ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതങ്ങളെ പോലെയുള്ള ഒരു സാധു മതം എന്ന കള്ളികോണങ്ങളിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് പ്രവാചകനിലൂടെ പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ടപ്പോ പ്രവാചകന്മാർ അനുഭവിച്ച ജീവിതത്തിന്റെ തീക്ഷ്ണമായ പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ എന്തിന്റെ പേരിലായിരുന്നു അവർ
പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുഐബ് നബി അലൈഹിസ്സലാമിനോട് ആ കാലഘട്ടത്തിലുള്ള ജനത ചോദിക്കുന്നുണ്ടല്ലോ, അസ്സലവാതുക തഅ്മുറുക അൻ നതുറുക മാ യഅബുദു ആബാഉനാ ഔ അൻ നഫഅല ഫീ അംവാലിനാ മാ നശാ. ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നോ, ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ആരാധനാമൂർത്തികളെയും ദൈവങ്ങളെയും ആരാധിക്കുവാൻ പാടില്ല എന്നോ നീ ഞങ്ങളോട് പറയുന്നത് നിങ്ങളുടെ നിസ്കാരത്തിന്റെ കരുത്ത് കൊണ്ടാണോ, അഥവാ നമസ്കാരം ഉൾപ്പെടെയുള്ള ആരാധനാ കർമ്മങ്ങളുടെ കരുത്തിലൂടെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, നാഗരിക, സാംസ്കാരിക ഉള്ളടക്കമുള്ള ഒരു ദർശനത്തെയാണ് ലോകത്ത് പ്രവാചകന്മാർ ഈ ലോകത്ത് പരിചയപ്പെടുത്തിയത്. ആ പ്രവാചകന്മാരുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ഒരു ദർശനമുണ്ട്. ആ ദർശനം അത് രാഷ്ട്രീയ ഉള്ളടക്കം കൂടിയുള്ള ദർശനമാണ്. ആ ദർശനത്തിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ആസ്ഥാനമാക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കിയപ്പോ അതൊരിക്കലും മതരാഷ്ട്രവാദമായിരുന്നില്ല, മറിച്ച് ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മനോഹരമായ രീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണ വ്യവസ്ഥിതിയാണ് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത്. 15% മുസ്ലിങ്ങളുള്ള, 85% ജൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്ത് ഉദയം കൊണ്ട ഒരു ഭരണ വ്യവസ്ഥിതി ഉണ്ടെങ്കിൽ ആ ഭരണ വ്യവസ്ഥിതി ഇസ്ലാമിനോട് ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഇതിനെ മറികടന്നുകൊണ്ട്, ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഈ രാജ്യത്തും ഈ ലോകത്തും ഞങ്ങൾ കൾച്ചറൽ ഇസ്ലാമിനെ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വരുമ്പോ യഥാർത്ഥ ഇസ്ലാമിനെ തന്നെയാണ് അവരെ കബറടക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമുക്ക് പറയേണ്ടി വരികയാണ്. അഥവാ ഇസ്ലാമിന്റെ ഉള്ളടക്കം വളരെ വ്യക്തമാണ്. ആ ഉള്ളടക്കം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ ഉള്ളടക്കമല്ല, സയ്യിദ് മൗദൂദി ഉണ്ടാക്കിയ ഉള്ളടക്കമല്ല, മറിച്ച് പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ, പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ, ചരിത്രത്തിന്റെ ട്രാക്ക് റെക്കോർഡ്സുകളിലൂടെ ഈ ലോകത്ത് നിലനിന്ന 14 നൂറ്റാണ്ട് കാലം ഈ ലോകത്ത് നിലനിന്ന ഒരു സംവിധാനത്തിലൂടെ ഈ ലോകത്തിന് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ നിങ്ങൾ മതരാഷ്ട്രവാദം എന്നാണ് ഉന്നയിക്കുന്നതെങ്കിൽ ആ മതരാഷ്ട്രവാദം എന്ന ചാപ്പയല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയം എന്നുകൂടി നാം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സയ്യിദ് മൗദൂദിയെ തള്ളിപ്പറഞ്ഞല്ലോ, നിങ്ങൾ എന്നിട്ടും നിങ്ങളുടെ സൈറ്റിനകത്ത് നിങ്ങളുടെ നേതാവിന്റെ ഫോട്ടോ ഇപ്പോഴും നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രമാണ് ചെറുതാകുന്നത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണമെന്ന് മാത്രമേ അത്തരം ആളുകളോട് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയമുള്ള സഹോദരിമാരെ, ഞാൻ പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ സുതാര്യമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ ഏതെങ്കിലും വംശീയ വിദ്വേഷങ്ങൾ ആളിക്കത്തുന്ന പ്രചരണങ്ങളുടെ വക്താക്കളായിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ നടത്തിയതായി ചൂണ്ടിക്കാണിക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഈ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ചാപ്പ കുത്തിക്കൊണ്ട് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്താണ് അതിന്റെ വസ്തുതാപരമായ ഒരു തെളിവെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവണം. നിങ്ങൾ ഈ രാജ്യത്തിന്റെ മുമ്പിൽ പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഞാൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. എന്നാൽ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, CPM ആണല്ലോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മതരാഷ്ട്രവാദം പറയുന്നത്, CPM ആണല്ലോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തീവ്രവാദം പറയുന്നത്, CPM ആണല്ലോ ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികളാണ് എന്ന് പറയുന്നത്, CPM ആണല്ലോ സയ്യിദ് മൗദൂദി ഭീകരവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ആണ് എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ട്രാക്ക് റെക്കോർഡ്സിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ 52 വെട്ടുവെട്ടിക്കൊണ്ടാണ് നമ്മുടെ നാട്ടുകാരനായ അല്ലെങ്കിൽ നമ്മുടെ അയൽ നാട്ടുകാരനായ ചന്ദ്രശേഖരനെ വളരെ ക്രൂരമായി ഇവിടെ വധിച്ചു കളഞ്ഞത് എന്ന് നമുക്കറിയാം. അങ്ങനെ എത്രയെത്ര വധങ്ങളുടെ അരിയിൽ ശുക്കൂർ ഉൾപ്പെടെയുള്ള എത്രയെത്ര നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് ഭീകരമായ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഭീകരവാദം പറയുന്നത്. ഇത് ഈ രാജ്യത്തുള്ള ജനങ്ങൾ, ഈ നാട്ടിലുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചറിവിന്റെ വെപ്രാളമാണ് ഇന്ന് CPM-ന്റെ നേതാക്കന്മാർ, മെക്സവൻ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലുള്ള ജനങ്ങൾ അവരുടെ വ്യായാമ മുറയുടെ ഭാഗമായി, ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി മതജാതി ഭേദമില്ലാതെ എല്ലാ മതവിഭാഗത്തിലും എല്ലാ
വിഭാഗത്തിലും പെട്ട ആളുകൾ അവരുടെ എക്സൈസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയ, അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ അതിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അവിടെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ കോഴിക്കോട്ടെ CPM-ന്റെ സെക്രട്ടറിക്ക് നേരത്തെ വിജയരാഘവന്റെ കാര്യം പറഞ്ഞതുപോലെ വായ തുറന്നു കഴിഞ്ഞാൽ ഇസ്ലാമിനെതിരെ വർത്തമാനം പറയാതെ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം നെക്സവിനെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് വെച്ചുകൊണ്ട് ആരോപണം നടത്തിയ പ്രസംഗത്തിന്റെ വാക്കുകളിലാണ് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമെങ്ങാനും ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്ന് ഒന്നാമതായി ആട്ടി ഓടിക്കുക ഇവിടെയുള്ള ഹിന്ദുക്കളെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, നമ്മൾ വത്സന്തിയല്ല അല്ലെങ്കിൽ പിന്നെ ശശികല ടീച്ചറെയല്ല, അതിനേക്കാൾ ഭയപ്പെടേണ്ടത് മോഹനൻ മാഷിനെയാണോ എന്ന് നമ്മൾക്ക് പറയേണ്ടി വരുന്ന വിധം ഇസ്ലാമിനെതിരെ മുസ്ലിം സമുദായത്തിന് നേരെ ഈ വകയിലുള്ള വർത്തമാനങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ CPM ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ എന്നെ ശ്രമിക്കുന്ന CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാകും. ജമാഅത്തെ ഇസ്ലാമി CPM തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാ നിലക്കും ഇവിടെ അവസാനിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണല്ലോ ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് നാളുകൾ നിങ്ങൾക്ക് വോട്ട് നൽകിയത് എന്ന് മാത്രമല്ല, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ സിക്കറിൽ, തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ, തമിഴ്നാട്ടിലെ മധുരയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയത് ജമാഅത്തെ ഇസ്ലാമി ഈ പാർട്ടി തകരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല, മറിച്ച് CPM അതിന്റെ യഥാർത്ഥ റോളിലേക്ക് തിരിച്ചു വരണം. CPM-ന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പലതും നിർവഹിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മറഞ്ഞുകൊണ്ട് CPM-ന്റെ ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഒരു പാർട്ടിയെ മുഴുവൻ നിങ്ങൾ ബലി കൊടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കുമെന്ന് എത്ര വേഗം നിങ്ങൾ തിരിച്ചറിയുമോ അത്രയും വേഗം നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളുടെ നിലനിൽപ്പിന് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്, സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നത്, SIO ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് CPM അതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്വം നിർവഹിക്കണം. നേരത്തെ ഇവിടെ പിന്നെ ബാബുരാജ് സാർ ഇവിടെ സൂചിപ്പിച്ച കാര്യമുണ്ട്. CPM അല്ലെങ്കിൽ ഇവിടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം ഈ രാജ്യത്ത് നിർവഹിച്ച ഒരുപാട് കാര്യങ്ങൾ, നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പ്രസക്തമാണ്. ആ പ്രസക്തമായ പലതും ഇന്ത്യ രാജ്യത്തിന്റെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിന്റെ CPM എന്ന് പറയുന്നത് ഹിന്ദുത്വ മാർക്സിസമാണ് എന്ന് നമ്മളെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, CPM-ൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ അനുയായികൾ ആ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ സമ്മേളനത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.